ഒരു മുസ്ലിമായ മനുഷ്യന് നൽകുന്ന ഉത്ബോധനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആദ്യം പറയാനുള്ളത് നിസ്കാരം ഉപേക്ഷിക്കരുത് എന്നാ. അള്ളാഹു കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. ഈ വഅള് എനിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഞാനും നിങ്ങളും രക്ഷപ്പെടും. നിസ്കരിക്കാത്തൊരു മനുഷ്യനുണ്ടായിരുന്നു. നിസ്കാരം എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ പ്രഥമ അടയാളമാണ്. വിശ്വാസിക്ക് ഒരുപാട് അടയാളങ്ങളുണ്ട്. ആദ്യമായിട്ടൊരു വിശ്വാസിയുടെ അടയാളം എന്താ? അവൻ നിസ്കരിക്കുന്നുള്ളതാണ്. അവൻ നിസ്കരിക്കും എന്നുള്ളതാണ്. അതൊരു ചെറിയ സംഭവമല്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനും കൂടിച്ചേർന്ന് അന്ന് കഅബാലയം പണിത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറഞ്ഞ് അല്ലാഹ് ഞങ്ങളുടെ ഈ ആരാധനാലയത്തിൻ്റെ നിർമ്മാണം നീ സ്വീകരിക്കണേ എന്ന് പടച്ചോനോട് ദ്വാരുന്നപ്പം അന്ന് അവർ ദ്വാരുന്നൊരു ദ്വായാണ്, അല്ലാഹുവേ ഞങ്ങളിലും ഞങ്ങളെ മക്കരിക്കുന്നവന് എൻ്റെ പ്രിയപ്പെട്ട യുദ്ഹിബിന സയ്യിആത്ത് എന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നിസ്കാരമാണത്രേ. കാരണം ഉളു എടുക്കുമ്പം, സുജൂദ് ചെയ്യുമ്പം, റുകൂഇലേക്ക് പോകുമ്പം, സുജൂദിലേക്ക് പോകുമ്പം അവൻ്റെ തലയിലുള്ള ശരീരത്തിലുള്ള പാപങ്ങളുടെ കെട്ടുകൾ ഇങ്ങനെ ശരീരത്തിൽ എന്തെങ്കിലും ലോഡ് വെച്ചിട്ട് റുകൂഅ് ചെയ്യുകയാണെങ്കിൽ കുറേ വീണു, സുജൂദിലേക്ക് പോയാൽ മുഴുവൻ വീഴും, ഇനിയും ബാക്കിയുണ്ടെങ്കിൽ രണ്ടാം സുജൂദിലേക്ക് പോകുമ്പം വീഴും. അങ്ങനെ ഓരോ കുനിച്ചിലും സുജൂദിലും അതങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ്. തനാസറു ദുനൂബുഹു, റുകൂഅ് ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ കൊഴിഞ്ഞു വീഴും ഇവൻ്റെ ശരീരത്തിൽ നിന്ന് അരുതായ്മകളുടെ ചീഞ്ഞു മണക്കുന്ന ദുശ്ശീലങ്ങളുടെ കെട്ടുകൾ ഇങ്ങനെ പൊളിഞ്ഞു വീഴും. അപ്പം കൃത്യമായിട്ട് നിസ്കരിക്കാൻ നോക്കുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, തെറ്റുകുറ്റങ്ങൾ ചെയ്യരുത്. പക്ഷെ നിസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളിൽ ഏറ്റവും വലിയ വന്തോഷമാണ്. ബഹുമാനപ്പെട്ട ഇമാം ദഹബി എഴുതുന്ന ഒരു കിതാബുൽ ഖബായിറുണ്ട്. വന്തോഷങ്ങൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. ഇമാം ദഹബി. ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു കിതാബു സവാജിർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അരുതായ്മകൾ മാത്രം എഴുതി വച്ച തെറ്റുകുറ്റ